അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച മലയാളി രഞ്ജിതയുടെ മൃതദേഹം നാട്ടിലെത്തിച്ചു. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മന്ത്രി വി ശിവൻകുട്ടി മൃതദേഹം ഏറ്റുവാങ്ങി. പത്തനംതിട്ട പുല്ലാട് ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിൽ ഇപ്പോൾ പൊതുദർശനം നടക്കുകയാണ്. വൈകിട്ട് 4:30-ക്കാണ് സംസ്കാര ചടങ്ങുകൾ. ശ്രീരാജ് ബാബു ചേരുന്നു വിവരങ്ങളുമായി. ശ്രീരാജ്, ഇത്രയും ദിവസം വൈകിയിരിക്കുകയാണ്. DNA മാച്ച് ചെയ്ത് കിട്ടുവാനായിട്ട് എല്ലാവരും തന്നെ ആ ഒരു പ്രതീക്ഷയിലാണ് കഴിഞ്ഞ ദിവസമൊക്കെ കഴിഞ്ഞത്. ഇപ്പോൾ മൃതദേഹം നാട്ടിലെത്തിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് അവിടെ തീർത്തും വൈകാരികമായ മുഹൂർത്തങ്ങളാണ് എന്ന് അറിയാം. എന്തൊക്കെയാണ് അവിടെ നിന്ന് പങ്കുവയ്ക്കാനുള്ള വിവരങ്ങൾ ഇപ്പോൾ? തീർച്ചയായും ലക്ഷ്മി, അങ്ങനെ തന്നെയാണ്. 12ാം ദിവസം ചേതനയേറ്റ ശരീരമായി രഞ്ജിതയുടെ പുല്ലാട് സ്വന്തം നാട്ടിലേക്ക് മൃതദേഹം എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ മന്ത്രി VN വാസവൻ സംസ്ഥാന സർക്കാരിന് വേണ്ടി ഔദ്യോഗികമായി സർക്കാരിൻ്റെ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് അന്തിമോപചാരം അർപ്പിക്കുകയാണ്. അല്പസമയം മുൻപാണ് മന്ത്രി ഇവിടെ എത്തിയത്. ഇന്ന് രാവിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മൃതദേഹം മന്ത്രി വി ശിവൻകുട്ടി ഔദ്യോഗികമായി ഏറ്റുവാങ്ങി സർക്കാരിന് വേണ്ടി. തുടർന്ന് വിലാപയാത്രയായി സ്വന്തം നാട്ടിലേക്ക് പുല്ലാട്ടേക്ക് മൃതദേഹം എത്തിച്ചു. ജില്ലാ ഭരണകൂടം നേരത്തെ തന്നെ ഈ പുല്ലാട് ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിൽ പൊതുദർശനത്തിന് വേണ്ട ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ തന്നെ അതിൻ്റെ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയാക്കി. അതുപോലെ തന്നെ ഗതാഗത നിയന്ത്രണമടക്കം ഈ പ്രദേശത്ത് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. എന്തായാലും 9 മണിയോടുകൂടി മൃതദേഹം ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിൽ എത്തിക്കുകയും പൊതുദർശനത്തിനുള്ള സൗകര്യങ്ങൾ ക്രമീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. 12 മണിവരെയാണ് പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത് എന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ ആളുകളുടെ തിരക്ക് കണക്കിലെടുത്ത് കൂടുതൽ സമയം പൊതുദർശന സൗകര്യം നാട്ടുകാർക്കടക്കം അന്തിമോപചാരം അർപ്പിക്കാനുള്ള, അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തുടർന്ന് ഇവിടെ നിന്നും 1.5 കിലോമീറ്റർ മാത്രമാണ് രഞ്ജിതയുടെ വീട്ടിലേക്കുള്ള ദൂരം. അവിടേക്ക് വിലാപയാത്രയായി മൃതദേഹം എത്തിക്കും. തുടർന്ന് 4:30യോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടിയിട്ട് ക്രമീകരിച്ചിട്ടുള്ളത്. വീട്ടിലേക്ക് അടുത്ത ബന്ധുക്കൾ അടക്കം മാത്രം എത്തിയാൽ മതി എന്ന അഭ്യർത്ഥനയായിരുന്നു കുടുംബാംഗങ്ങൾക്ക് ഉള്ളത്. ജില്ലാ ഭരണകൂടത്തെയും അങ്ങനെയൊരു ആവശ്യമായിരുന്നു ആ കുടുംബാംഗങ്ങൾ അറിയിച്ചത്. അതിനെ തുടർന്ന് തന്നെയാണ് ഏറ്റവും അടുത്തുള്ള രഞ്ജിതയുടെ മകൻ ഇന്ദുചൂടൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഈ സ്കൂളിൽ പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ഈ നാട്ടുകാർ ഒന്നാകെ ഈ സ്കൂളിലെത്തി അന്ത്യാഞ്ജലി അർപ്പിക്കണമെന്ന ആഗ്രഹമായിരുന്നു വീട്ടുകാർക്കും കുടുംബാംഗങ്ങൾക്കും അടുത്ത ബന്ധുക്കൾക്കും അടക്കം ഉള്ളത്. ഇപ്പോൾ മൃതദേഹത്തിനൊപ്പം ഏറ്റവും അടുത്ത 2 ബന്ധുക്കൾ കൂടി ഉണ്ട്. മറ്റ് ജനപ്രതിനിധികളടക്കം വിവിധ രാഷ്ട്രീയ നേതാക്കളടക്കം ഇവിടെയുണ്ട്. നിരവധി ആളുകളാണ് രാവിലെ മുതൽ തന്നെ 9 മണിക്ക് മൃതദേഹം ഇവിടെ എത്തിച്ചുവെങ്കിൽ പോലും 11 മണിക്ക് എത്തിക്കുമെന്ന് ആയിരുന്നു ആദ്യം അറിയിപ്പുണ്ടായിരുന്നത്. എങ്കിൽ പോലും രാവിലെ മുതൽ തന്നെ വലിയ തിരക്കാണ്, വലിയ ആളുകളുടെ നിരയാണ് രഞ്ജിതയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി ഈ സ്കൂളിലേക്ക് ക്രമീകരണങ്ങൾ ഒരുക്കിയ ഇടത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, മകൻ പഠിക്കുന്ന സ്കൂളാണ്, രഞ്ജിത പഠിച്ച സ്കൂളാണ്. അതുകൊണ്ട് തന്നെ ഏറെ വൈകാരികമായി അടുപ്പമുള്ള ഒരു ഇടം. അവിടേക്ക് ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾ, അധ്യാപകർ, അതുപോലെ തന്നെ മകൾ പഠിക്കുന്ന മറ്റൊരു സ്കൂളിലെ കുട്ടികൾ, ചെറിയ കുട്ടികളാണ്. ആ കുട്ടികളെല്ലാം തന്നെ ഇവിടെ എത്തുന്നുണ്ട്. നിരവധി ആളുകൾ രഞ്ജിതയുമായി അടുപ്പമുണ്ടായിരുന്നതും ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ലാത്തതുമായ നിരവധി ആളുകളാണ് ഇവിടേക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വീടിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, വീട് 1.5 കിലോമീറ്റർ മാത്രം ദൂരമാണ് ഇവിടെ നിന്നുമുള്ളത്. അവിടേക്ക് 12 മണിക്ക് ശേഷം മൃതദേഹം അവിടേക്ക് വിലാപയാത്രയായി കൊണ്ടുപോകും. അതിനോട് ചേർന്നുള്ള തൊട്ടടുത്ത സ്ഥലത്ത് തന്നെയായിരുന്നു രഞ്ജിത ഏറെ നാൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് സ്വരുക്കൂട്ടിയ പണം ഉപയോഗിച്ച് ഒരു സ്വപ്നം എന്ന നിലയ്ക്ക് കെട്ടിപ്പൊക്കിയ പുതിയ വീട്. അതിൻ്റെ ഗൃഹപ്രവേശന ചടങ്ങിനടക്കം തീയതി നിശ്ചയിച്ച ശേഷമായിരുന്നു രഞ്ജിത വിദേശത്തേക്ക് പോകാനായി പുറപ്പെട്ടത്. സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും അടക്കം തന്നെ വേഗം തിരിച്ചു വരുമെന്ന ഉറപ്പു നൽകി പോയ രഞ്ജിത അപ്രതീക്ഷിതമായി ഉണ്ടായ അപകടത്തിൽ ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു. തുടർന്ന് 11 ദിവസങ്ങൾ വേണ്ടി വന്നു രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിയാൻ. 12ാം നാൾ ചേതനയേറ്റ ശരീരമായാണ് തിരികെ നാട്ടിലേക്ക് രഞ്ജിത എത്തുന്നത്. ഏറ്റവും ദുഃഖകരമായ കാര്യം, ആ പുതിയ വീട്ടിലേക്ക് പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന ആ വീട്ടിലേക്ക് ചേതനയേറ്റ ശരീരമായി എത്തുകയാണ് രഞ്ജിത.
ബന്ധുക്കളുടെ കാര്യം പറഞ്ഞാൽ ഏറ്റവും അടുത്ത ബന്ധുക്കൾ മാത്രമാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുക അല്ലെങ്കിൽ വീട്ടിലേക്ക് എത്തുക. അങ്ങനെ ഒരു ആഗ്രഹമാണ് കുടുംബാംഗങ്ങളടക്കം സൂചിപ്പിച്ചിട്ടുള്ളത്. രണ്ട് മക്കൾ 10ാം ക്ലാസ് വിദ്യാർത്ഥിയും അതുപോലെ തന്നെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയുമായ 2 ചെറിയ മക്കളാണ് രഞ്ജിതയ്ക്കുണ്ടായിരുന്നത്. പ്രായമായ അമ്മ, 3 അംഗ കുടുംബമായിരുന്നു രഞ്ജിതയ്ക്കുണ്ടായിരുന്നത്. എന്തായാലും വലിയ ദുഃഖം തന്നെയാണ് പുല്ലാട് പ്രദേശത്തെ ആകമാനം നിലവിലുള്ളത്. അത് നമുക്ക് വ്യക്തമാകുന്ന തരത്തിലാണ് രാവിലെ മുതൽ തന്നെ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്ന ആളുകളെ കാണുമ്പോൾ അവരുടെ പ്രതികരണങ്ങളിൽ നിന്നുമെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് ആ അപകടം നടന്ന ജൂൺ 12 ഉണ്ടായ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരണമടഞ്ഞ രഞ്ജിതയുടെ മൃതദേഹമാണ് ഇപ്പോൾ പൊതുദർശനത്തിന് വച്ചിരിക്കുന്നത്. നിരവധി സ്വപ്നങ്ങളുമായി ലണ്ടനിലേക്ക് പറക്കാനൊരുങ്ങിയ രഞ്ജിതയാണ് ഇത്തരത്തിലൊരു ദുരന്തത്തിന് ഇരയാകുകയും ഇപ്പോൾ ചേതനയേറ്റ് ഈ നാട്ടിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത്. എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ആകെ ഒരു ദുഃഖമാണ് നമുക്ക് ഈ സമയത്ത് കാണുവാൻ കഴിയുന്നത്. അവിടെ നിന്ന് ശ്രീരാജ് ബാബുവാണ് വിവരങ്ങൾ പങ്കുവച്ചതിപ്പോൾ.